Hello and hi. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കിയാലോ? എളുപ്പമാണ് ഉണ്ടാക്കാൻ, പക്ഷെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഒരു 7 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആദ്യം ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഒരു 7 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും, പിന്നെ ആവശ്യത്തിന് വെള്ളം, നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ടുള്ള വെള്ളം. അപ്പം ഇത്രയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് നെല്ലിക്കയെ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ആ കുരുവൊക്കെ കളയുന്ന പ്രോസസ്സ് ആദ്യം ചെയ്യാം. ഇപ്പം ആ നെല്ലിക്ക എടുത്തിട്ട് അത് നന്നായിട്ട് നമ്മൾ കഴുകണം ആദ്യം തന്നെ. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമായിട്ട്, പക്ഷേ ആ കുരു പോർഷൻ നമുക്ക് എടുക്കണ്ട, കുരു പോർഷൻ കളയാം. എന്നിട്ട് ഇതാ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ നെല്ലിക്കയ്ക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കോവിഡ് സമയത്തൊക്കെ ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ളത് ഡ്രിങ്കും ആയിട്ട് നമ്മൾ കഴിച്ചാൽ നമുക്ക് ബോഡിക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്യും. കോവിഡൊക്കെ വരാതെ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനത്തെ ഡ്രിങ്കൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴാണ് എനിക്കൊരു ഇൻസ്പിറേഷനൊക്കെ കിട്ടുള്ളൂ പിന്നെ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഞാനെല്ലാം നെല്ലിക്ക മുഴുവൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കട്ടെ. ഇഞ്ചിയും നല്ലൊരു ഗുണമുള്ള ഒരു ഇതാണ്. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരൊക്കെ, ഞാനൊക്കെ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇടുന്ന ക്വാണ്ടിറ്റിയിലും കുറച്ചും കൂടെ കൂടുതൽ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഒന്ന് ആഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റീവായിട്ട് നമ്മുടെ ബോഡിക്ക് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ ഗാർലിക്ക്, അപ്പോൾ മാക്സിമം നിങ്ങളും പറ്റുന്നത് പോലെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഒത്തിരിയല്ല, നല്ല നമ്മൾ സാധാരണ ഇടുന്നതിലും കുറച്ചും കൂടെയൊക്കെ കൂടുതൽ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അത് അവരത് കറിയായിട്ടാണെങ്കിലും എന്താണെങ്കിലും കഴിക്കുമ്പോൾ അത്രയും അകത്തോട്ട് ചെന്നോളും, കൺസ്യൂം ചെയ്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഉണ്ടാക്കി അത് കണ്ടിട്ട് റെസിപ്പീസ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് എന്നോട് പറയണം. ഞാൻ എന്തൊക്കെയാണ് അതിനകത്ത് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞാൽ എന്നെ അറിയിച്ചാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ വന്നിട്ട് എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ നല്ലതായിരുന്നേ. ഇനിയിപ്പം നമുക്ക് അത് ബ്ലെൻഡ് ചെയ്യുന്ന പ്രോസസ്സിലോട്ട് പോവാം. ഇതിപ്പോൾ ഞാനെല്ലാം നെല്ലിക്കയെല്ലാം നന്നാക്കി കഴിഞ്ഞു, ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു നമ്മൾ കളഞ്ഞു. ഇനി നമുക്കിതിനെ ഒരു മിക്സിയിലിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഇപ്പം ആ മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ ആ ചെറുതായിട്ട് മുറിച്ച് വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 7 നെല്ലിക്ക ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ നാരങ്ങ നീര്, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും, പിന്നെ ആവശ്യത്തിന് വെള്ളം. അതായത് നമുക്കിത് മിക്സ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു 2 ഗ്ലാസ്സോളം കിട്ടും. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ച് എടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാൻ ആ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വന്ന ജ്യൂസിനെ ഒന്ന് സ്ട്രെയിനറിലോട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം, ഒട്ടും നഷ്ടപ്പെടുത്തരുത്. എന്നാലേ ആ ജ്യൂസിലെല്ലാം ആ നെല്ലിക്കയുടെയും ജിഞ്ചറിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് നമുക്കിതിനെ മാഷ് ചെയ്ത് മാക്സിമം ജ്യൂസ് അതിൽ നിന്ന് എടുക്കുക. ഇങ്ങനെ പതുക്കെ ഞെക്കി കൊടുത്താൽ മതി, മാക്സിമം ജ്യൂസ് താഴോട്ട് വീണോളൂ. എന്നിട്ട് ഞാനത് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പുളിയോ മധുരമോ വല്ലതും വേണമെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യുകയോ വല്ലതും ചെയ്യണം. അതിനൊന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ജിഞ്ചറിൻ്റെ ചെറിയൊരു എരിവ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ മധുരവും നെല്ലിക്കയുടെ ടേസ്റ്റും എല്ലാം കൂടെ നല്ലൊരു ജ്യൂസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ
നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടമാണ്. നമ്മൾ ഇങ്ങനെ ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ ആ ജിഞ്ചറിൻ്റെ ഫ്ലേവറാണ് നന്നായിട്ട് ലാസ്റ്റ് കിട്ടുന്നത്. നമ്മളത് ഇറക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ് തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കിതാ അരിച്ച് വെച്ച് ഏകദേശം 2 ഗ്ലാസ്സോളം ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ ഗ്ലാസ്സാണ്. നമ്മുടെ നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്.